അത് നമ്മുടെ തൊട്ടടുത്തുള്ള സംസ്ഥാനങ്ങളാണെങ്കിലും അതുപോലെ തന്നെ ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, ബംഗാൾ അതുപോലെയുള്ള വലിയ സംസ്ഥാനങ്ങളിലാണെങ്കിലും ഇവിടെയൊക്കെ കേരളത്തിന്റെ കാര്യം കഴിഞ്ഞു കഴിഞ്ഞാൽ രാജ്യം എങ്ങോട്ട് പോകുന്നു, അവിടെ ഓരോ സംസ്ഥാനങ്ങളിലും എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് അറിയാൻ മലയാളിക്ക് തീർച്ചയായും താല്പര്യമുണ്ട്. നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമാണ് തമിഴ്നാട്. എന്ന് മാത്രമല്ല, ഇന്ത്യ മുന്നണി ഏറ്റവും കൂടുതൽ സീറ്റുകൾ പ്രതീക്ഷിക്കുന്ന സംസ്ഥാനമാണ് തമിഴ്നാട്. നമ്പറിന്റെ അടിസ്ഥാനം പ്രതീക്ഷിക്കുന്ന സ്ട്രൈക്ക് റേറ്റിന്റെ കാര്യത്തിൽ ഇന്ത്യ മുന്നണി അങ്ങേയറ്റം ഒരുപക്ഷെ 100% വേണ്ടി ശ്രമിക്കുന്ന സംസ്ഥാനമാണ് തമിഴ്നാട്. കഴിഞ്ഞ തവണ നമ്മുടെ ഒന്നാം ഘട്ടത്തിൽ ഏതാണ്ട് അത് ശരിവെക്കുന്ന രീതിയിലുള്ള ഒരു പ്രകടനമാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രവചനമാണ് കഴിഞ്ഞ ഒന്നാം സർവേ കഴിഞ്ഞിട്ടാണ് കച്ചത്തീവ് വന്നിട്ടുള്ളത്. അപ്പൊ കച്ചത്തീവ് BJPയെ സംബന്ധിച്ച് ഒരു കച്ചത്തുരുമ്പാകുമോ, അതിൽ പിടിച്ച് അണ്ണാമലൈ കയറുമോ? ഇതൊക്കെയാണ് ഇന്നത്തെ ആകാംക്ഷ. അതെ, അതാണ് ഇപ്പോൾ അണ്ണാമല വലിയ രീതിയിലുള്ള പ്രചരണം അവിടെ നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ തമിഴ്നാട്ടിൽ വലിയൊരു മുന്നേറ്റം നടത്താനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ആ ശ്രമം വിജയിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് അറിയാനുള്ളത്. ശരി, അപ്പൊ നമുക്ക് തമിഴ്നാട്ടിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം. തമിഴ്നാടിന്റെ ടാലി ഇതാ വരുമ്പോ തമിഴ്നാട് 39 സീറ്റിൽ 39 വേണമെങ്കിൽ ഇന്ത്യ മുന്നണി നേടാം. പരമാവധി NDAക്ക് 2 സീറ്റുകളാണ് ലഭിക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് കഴിഞ്ഞ തവണത്തെ അതേ റിസൾട്ട് തന്നെയാണ് ഇത്തവണയും വന്നിരിക്കുന്നത്. തൂത്തുവാരാനുള്ള സാധ്യത, അതായത് 100% സ്ട്രൈക്ക് റേറ്റുമായി മുഴുവൻ സീറ്റും ഇന്ത്യ മുന്നണി നേടാനുള്ള സാഹചര്യമാണ് തമിഴ്നാട്ടിൽ. BJPക്ക് പരമാവധി ലഭിക്കുക 2 സീറ്റുകളാണ്. കിട്ടിയാൽ കിട്ടി. BJP വിരുദ്ധർ, അതായത് BJP നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരരുത് എന്ന് ആഗ്രഹിക്കുന്നവർ ആദ്യം കണക്കൂട്ടുന്നത് എങ്ങനെയെന്നറിയോ? തമിഴ്നാടിൽ 39 സീറ്റ്, പോണ്ടിച്ചേരി 40, കേരളത്തിൽ 20 സീറ്റ്. അപ്പൊ ഇന്ത്യ മുന്നണിക്ക് 60 സീറ്റായില്ലേ എന്നുള്ളതാണ് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഇന്ത്യ മുന്നണിയുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ് കേരളം, തമിഴ്നാട്, പുതുച്ചേരി. രണ്ട് സംസ്ഥാനങ്ങൾ, 3 സംസ്ഥാനങ്ങൾ ചേർന്നാൽ 60 സീറ്റായി. ഒറ്റ സീറ്റ് പോലും NDAക്ക് ഇല്ല എന്നുള്ള രീതിയിലാണ് അവർ കണക്ക് കൂട്ടി തുടങ്ങുന്നത്. എന്തായാലും നമ്മുടെ ഇതുവരെയുള്ള സർവേ അനുസരിച്ച് BJPക്ക് ഒരു സീറ്റും കിട്ടിയിട്ടില്ല. തമിഴ്നാട് വേണമെങ്കിൽ പരമാവധി പോയാൽ 2 സീറ്റ് എന്നുള്ളതാണ് BJPയുടെ നില. അങ്ങനെയല്ല സംഭവിക്കുന്നതെങ്കിൽ 39 സീറ്റും തൂത്തുവാരാം ഇന്ത്യ മുന്നണി തമിഴ്നാട്.